ഐട്രേഷൻ ത്രൂ എൻ ഡി അറേസ്, എൻ ഡയമെൻഷണൽ അറേസിൽ ഐട്രേഷൻ എങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്നാണ് നോക്കുന്നത്. ഐട്രേഷൻ മീൻസ് ഗോയിങ് ത്രൂ എലിമെന്റ്സ് ഓഫ് an array one by one systematically for computation or manipulation purpose. എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷണൽ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മൾട്ടി ഡയമെൻഷണൽ അറേസിലെ എലിമെന്റ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നതിനെയാണ് ഐട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു റോ അല്ലെങ്കിൽ ഒരു റോ മാത്രമുള്ള ഒരു അറേ, അതായത് ഒരു വൺ ഡയമെൻഷണൽ അറേ ആണെങ്കിൽ നമുക്ക് ഓരോ എലിമെന്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ വേറെ ഇപ്പം 2 റോ ഉള്ള അറേ, അതായത് 2 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 റോസ് ഉള്ള അറേസ് വരുമ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഐട്രേഷൻ നടത്തുമ്പോൾ ഓരോ എലിമെന്റ്സ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്കൊരു റോ ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കിയേ, ARR = NP.array of 1 2 3 എന്ന് പറയുന്ന ഒരു റോ, 4 5 6 എന്ന് പറയുന്ന വേറൊരു റോ. അപ്പം നമ്മൾ ലിസ്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുവാണല്ലോ. അപ്പം ഇതിനകത്തെ ഓരോ എലിമെന്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റിയല്ല. അപ്പം നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഫോർ റോ ഇൻ ARR എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ 1 2 3 എന്ന് പറയുന്ന ആ റോ മൊത്തമായിട്ടാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിംഗിൾ ഡയമെൻഷണൽ അറേ ആണെങ്കിൽ ഇപ്പം ഈ 4 5 6 എന്ന് പറയുന്നത് ഇല്ലായിരുന്നു, ഈ 1 2 3 എന്ന് പറയുന്നത് മാത്രമേ എൻ്റെ അറയ്ക്കകത്ത് ഉണ്ടായിരുന്നുള്ളെങ്കിൽ എനിക്ക് ആദ്യം 1 2 3 അങ്ങനെ എനിക്ക് ആക്സസ് ചെയ്തെടുക്കാമായിരുന്നു. ഇനി നമ്മുടെ മൾട്ടി ഡയമെൻഷണൽ അറേയിൽ നമുക്ക് ഓരോ എലിമെന്റ്സിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇവിടെ ഫ്ലാറ്റ് ഓഫ് ഫംഗ്ഷൻ. അതായത് ARR അല്ലെങ്കിൽ അറേ നെയിം ഡോട്ട് ഫ്ലാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഐട്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ഓരോ എലിമെന്റ്സിനെയും എലിമെന്റ് ബൈ എലിമെന്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എക്സാമ്പിൾ ഒന്ന് നോക്കി, ഇമ്പോർട്ട് numpy as np, numpyനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു നമ്മുടെ പൈത്തൺ ഫയലിലേക്ക്. അറേ നമ്മൾ 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തു. 2 റോ, ഒന്നിൽ കൂടുതൽ റോ വന്നാലേ അത് 2 ഡയമെൻഷണൽ അറേയായി മാറത്തുള്ളൂ. ദെൻ പ്രിന്റ് ഐട്രേഷൻ ത്രൂ റോസ്, ആദ്യം നമ്മൾ ഐട്രേഷൻ ത്രൂ റോസ് പ്രിന്റ് ചെയ്യാണ്. ഫോർ റോ ഇൻ ARR പ്രിന്റ് റോ. ഇനി നമ്മൾ ഓരോ എലിമെന്റ്സിനെ ആക്സസ് ചെയ്യുവാണ്, അതിന് ഫോർ ELEM, അതായത് നമ്മളിവിടെ ഐട്രേറ്റിംഗ് വേരിയബിൾ നെയിം ആണ് ELEM എന്ന് പറയുന്നത്. ഫോർ ELEM ഇൻ ARR ഡോട്ട് ഫ്ലാറ്റ് നമ്മൾ കൊടുക്കാൻ കാരണം ഈ അറേനെ നമുക്ക് 1 ഡയമെൻഷണൽ ആക്കി വേണം, 1 ഡയമെൻഷണൽ പോലെ നമുക്ക് ഓരോ എലിമെന്റ്സിനെയും ആക്സസ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് എലിമെന്റിനെ പ്രിന്റ് ചെയ്തു. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ പൈത്തൺ ഫയൽ എടുത്തു, പൈത്തൺ ഫയലിലേക്ക് numpy ഇമ്പോർട്ട് ചെയ്തു. ഇനി ARR എന്ന് പറയുന്ന അറേ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ARR = np.array of list of list 1, 2, 3, അതൊരു ലിസ്റ്റ്, അടുത്ത ലിസ്റ്റ് 4, 5, 6. ഇങ്ങനെ രണ്ട് ലിസ്റ്റ് ഉള്ള, അതായത് 2 റോ ഉള്ള ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഐട്രേഷൻ ത്രൂ റോ വൈസ് ഐട്രേഷൻ എടുക്കാൻ പോവാണ്. ഫോർ റോ ഇൻ ARR പിന്നെ ഫുൾ കോളൻ ഇടാൻ മറന്നുപോയായിരുന്നു. ഫോർ A in ARR പ്രിന്റ് ഓഫ് റോ. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം, റോ വൈസ് എങ്ങനെയാണ് വരുന്നതെന്ന്. ഇവിടെ നോക്കി, കണ്ടോ, റോ ആയിട്ടാണ് 1 2 3 4 5 6 അങ്ങനെ റോ ആയിട്ടാണ് എനിക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഓരോ എലിമെന്റ് ബൈ എലിമെന്റ് പ്രിന്റ് iterating through each element each element wise നമുക്ക് iterate ചെയ്യാം. അതിന് for ELEM in ARR, ഇവിടെ ശ്രദ്ധിക്കുക, ARR ഡോട്ട് ഫ്ലാറ്റ്, ARR ഡോട്ട് ഫ്ലാറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ
പിന്നെ നമുക്ക് അത് 1 ഡയമെൻഷണൽ അറേയിലെ എലിമെൻസിനെ പോലെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രിന്റ് ELEM. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ആദ്യത്തെ ഐട്രേഷനിൽ റോ വൈസ് ആയിരുന്നു. ഇപ്പം നമ്മൾ ഒരു ഫ്ലാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഐട്രേറ്റ് ചെയ്യുമ്പോൾ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഓരോ നമ്പറിനെയും ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു.